പത്മജ വേണുഗോപാലിന്റെ ആർഭാട രീതികളെക്കുറിച്ച് ശത്രുക്കൾ പണ്ടേ കുറ്റം പറഞ്ഞു നടക്കാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സീറ്റ് കിട്ടാനുള്ള വാതിലുകൾ തുറക്കുന്ന വാർത്തകൾ വരുമ്പോൾ അത്തരക്കാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. സൗന്ദര്യം കൂടിപ്പോയാലുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ. അതല്ലേ എന്നെ പറ്റി അന്നും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇത് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളാണ്. അന്നും ഞാൻ ഇതേ രീതിയിലുള്ള വേഷവിധാനങ്ങൾ തന്നെയായിരുന്നു. അന്ന് പിന്നെ കുറച്ചും കൂടി ചെറുപ്പമായിരുന്നോണ്ടായിരിക്കാം കുറച്ചും കൂടി ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം നിറവും ഒക്കെ ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ദോഷം എനിക്ക് എൻ്റെ നിറവ് ഇത് എനിക്ക് ദോഷമായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ സങ്കടപ്പെട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കിനി കറുപ്പ് വരുത്തിച്ച് എനിക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്രയും വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊന്നും ചെയ്യാണ്ട് ഞാൻ ക്രൂശിക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ആൾക്കാർക്ക് എന്നെ നേരിട്ട് എപ്പോഴും കാണുന്നുണ്ട്. ആൾക്കാർക്കറിയാം ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം മനസ്സിൽ എനിക്ക് ഇപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ഒരു ഇതെനിക്ക് വളരെയധികം വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ മരണശേഷം ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൂടിയിട്ടുള്ള. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ പിതാവിനെ സ്നേഹിച്ചിരുന്ന ആളുകൾക്കുള്ള ആ സ്നേഹം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പണ്ട് സ്ത്രീകളൊന്നും ഇത്ര ഒരു അടുപ്പം എൻ്റെ അടുത്ത് കാണിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ എവിടെ ചെല്ലുമ്പം സ്ത്രീകളാണ് എന്നോട് സ്നേഹത്തോടുകൂടി വന്ന് എൻ്റെ കൈ പിടിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആകെയുള്ളത് 20 സീറ്റാണ്. അതിൽ 3 എണ്ണം ലീഗിനും 2 എണ്ണം മാണിക്കും 1 വീരനും കൊടുത്താൽ പിന്നെ എത്ര എണ്ണം കയ്യിൽ കിട്ടും? ഘടകകക്ഷികൾ വഴങ്ങിയില്ലെങ്കിൽ തന്നെ ഏതൊക്കെ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കും? അതിലെങ്ങനെയെങ്കിലും കയറിപ്പറ്റുക എന്നതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പത്മജ വേണുഗോപാലിന് നല്ല നമസ്കാരം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.